തമിഴിൽ നിന്ന് ഒരു ഹൊറർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഹൗസ് മേറ്റ്സ് നമ്മുടെ ശിവകാർത്തികേയൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അർഷ ബൈജു അതേപോലെ തന്നെ കാളി വെങ്കിട്ടൊക്കെ അഭിനയിച്ച നല്ലൊരു ഹൊറർ. റീസെന്റ് ആയിട്ട് ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് ഹൊറർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വെറൈറ്റിയാണ് സാധനം. അതായത് യൂഷ്വൽ ഹൊറർ കോമാളിത്തോരല്ല, കണ്ടന്റ് പടം, നൈസ് സിനിമയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. കൊച്ചു പടം, നല്ല പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഇതില് ഹൊറർ എലമെന്റ്സ് ഉണ്ട്, കോമഡി എലമെന്റ്സ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, എല്ലാത്തിന്റെ ഒരു പ്രോപ്പർ മിക്സ് C5 സ്ട്രീം ചെയ്യുന്നത്. സോ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ട് തിയേറ്ററിൽ അത്യാവശ്യം പീപ്പിൾ അക്സെപ്റ്റൻസ് ഒക്കെ നേടിയ സിനിമയാണ്. ഞാൻ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും അല്ല കണ്ട്, സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നിട്ട് 600 കോടി നേടി 300 കോടി നേടി പറഞ്ഞിട്ട് കുറെ കോമാളിത്തരം കാണിച്ചു വെച്ചിട്ടുള്ള സിനിമയെക്കാളും ദിസ് ഇസ് ഫാർ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതില് സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കണ്ടന്റ് ഓറിയന്റഡ് ഫിലിം ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലെന്നൊന്നും ഞാൻ ഉറപ്പ് തരുന്നില്ല. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ യൂഷ്വൽ എല്ലാ ഹൊറർ പടത്തിലും ഒരു വീട് വേണമല്ലോ. ആൻഡ് ഹൗസ് മേറ്റ്സ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹൗസ്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരെ ചുറ്റിപ്പറ്റിയിട്ടാണെന്ന്. അപ്പൊ ഈ വീടിന്റെ മറ്റേ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് കറണ്ട് പോവുക, കാറ്റടിക്കുക, അത് താഴെ വീഴുക, അതൊരു നെഗറ്റീവ് സിമ്പല് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യമൊക്കെയാണ് ആദ്യം നടക്കുന്നത്. പിന്നെ പതിയെ പടം വന്നിട്ട് റൊമാൻസ് ട്രാക്കിലോട്ട് പോകുന്നുണ്ട്. സ്റ്റിൽ റൊമാൻസ് വെറുപ്പിക്കാനായിട്ട് തോന്നിയില്ല. പിന്നെ ഹൊററിലോട്ട് പോകുന്നുണ്ട്. സോ പടം ഹൊററിലോട്ട് പോവാ വെച്ചാൽ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഒരാൾ ഇരിക്കുമ്പോൾ ടാപ്പ് തന്നെ തുറക്കുക, TV തന്നെ ഓൺ ആവുക, ഓഫ് ആക്കി TV വീണ്ടും ഓൺ ആവുക, ഫാന് കറങ്ങുക, അങ്ങനത്തെ ഒക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഹൊറർ ഫീലിംഗ് വരും. ഞാൻ പറഞ്ഞ ജംപ് സ്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പേടിച്ച് മൂത്രമൊഴിക്കും, അങ്ങനെയല്ല, ഒരു ഹൊറർ ഫീലിംഗ് കൊണ്ടുവരാൻ ആ സിനിമയ്ക്ക് പറ്റി. പിന്നീട് കോമഡി ട്രാക്കിലോട്ട് മാറുന്നുണ്ട്. അത് നല്ല രസമായിരുന്നു. കോമാളിത്തരവും കാര്യങ്ങളൊന്നും അല്ല. ടുവേർഡ്സ് എൻഡ് അത്യാവശ്യം ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര വർക്കായ ഒരു സിനിമയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കൊച്ചു പടം. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കണ്ടു നോക്കുക. ഇതിൽ അർഷ ബൈജു നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആള് വെറുപ്പിച്ചിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ ഈ സിനിമ കംപ്ലീറ്റ്ലി മാറിയത് കാളി വെങ്കിട്ടിനും ആളുടെ ഫാമിലിയും വന്ന ശേഷം അടിപൊളിയായിരുന്നു. കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. മർഫി വന്നിട്ട് ഒരു കന്നഡ പടമുണ്ട്. അത് കണ്ടിട്ട് വെച്ചാൽ നിങ്ങൾക്ക് ഈ സിനിമത്തെ എല്ലാ ട്വിസ്റ്റും ടേൺസും പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. കണ്ടിട്ടില്ലെങ്കിൽ ദാറ്റ്സ് ഫാർ ബെറ്റർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. കുറച്ചും കൂടി നല്ല രസം തോന്നും. എനിക്ക് തോന്നി ഇത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും. കാരണം ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതേപോലത്തെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ശിവകാർത്തികേയൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ അത്ര കിടിലം പടാവെന്നൊന്നും വിചാരിച്ചില്ല. കാരണം അങ്ങേരെ തന്നെയാണ് കൊട്ടുക്കാളി എന്തോ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് 10 പൈസക്ക് മനസ്സിലാവാത്തൊരു സിനിമയാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുള്ള ഒരു സിനിമ. ഇടയ്ക്ക് വന്നിട്ട് 1-2 ഇമോഷണൽ സീൻസ് ആദ്യത്തെ ഫസ്റ്റ് ഹാഫിലുണ്ട്, ടുവേർഡ്സ് സെക്കൻഡ് ഹാഫിലും ഉണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കുക. വലിയ പ്രതീക്ഷയിലൊന്നും പോയി കാണാതെ ഒരു കൊച്ചു പടം കാണുന്ന രീതിയിൽ കണ്ട ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ കുറെ സിനിമ ഇന്നായിട്ടൊക്കെ OTT റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഓരോന്ന് കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് പറയാം. വേണ്ടവർ മാത്രം കണ്ടാൽ മതി. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ ജീത്തു ജോസഫ്, ആസിഫ് അലി പടം മിറാഷിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വേണ്ടവർ കണ്ടു നോക്കുക, വേണ്ടാത്തവർ കാണാതിരിക്കുക.